ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു പ്ലെയിൻ സാൽനയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഹെപ്സി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അടുത്തായി ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ച കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിന് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു പാൻ വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഇപ്പോൾ നല്ലപോലെ ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കേണ്ടതാണ്. സെയിം പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ചൂടായി വന്നപ്പോഴേക്കും ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടി മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഉള്ളിയുടെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആദ്യം അരച്ച് വെച്ച് തേങ്ങയുടെ മിക്സും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം അടച്ചു വെക്കുക. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാലന ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.